പ്രശാന്തേട്ടാ നമസ്കാരം. നമസ്കാരം. ഉദ്വേഗജനകമായിട്ടുള്ളൊരു ത്രില്ലറായി തീരുകയാണ് പാലക്കാട് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു സമയം നമുക്ക് നൽകാൻ കാണാൻ പറ്റുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് സി കൃഷ്ണകുമാർ മുന്നിലാണ്. 960 വോട്ടുകൾക്ക് 960 വോട്ടുകൾക്ക് മുന്നിലാണ് അദ്ദേഹം ഉള്ളത്. യഥാർത്ഥത്തിൽ പാലക്കാട് BJP നടത്തുന്നത് ഒരു അതിജീവനത്തിന്റെ പോരാട്ടമാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ, ഈ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് BJP തോൽക്കുകയാണെങ്കിൽ, താമര വാടുകയാണെങ്കിൽ എന്തായിരിക്കും അവരുടെ ഒരു അവസ്ഥ? അത് BJPക്ക് വലിയ തിരിച്ചടിയാണ്. BJPക്ക് ഉള്ളിൽ വലിയ എന്താ പറയുക, ചോദ്യങ്ങൾ ഉയരും. സംസ്ഥാന പ്രസിഡന്റിൻ്റെയും മത്സരിച്ച സ്ഥാനാർത്ഥിയുടെയും പാർട്ടി സംവിധാനത്തിൻ്റെയും ഒക്കെ പിടിപ്പുകേടായിട്ടത് വ്യാഖ്യാനിക്കപ്പെടും. വലിയ തോതിൽ അത് BJP പാലക്കാട് തോൽവി സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ BJPക്ക് വലിയ തിരിച്ചടിയായിരിക്കും. അതവിടെ നിൽക്കട്ടെ. അതിനിടയ്ക്കൊരു കാര്യം പറയാനുള്ളത്, BJPക്ക് മാത്രമല്ല കോൺഗ്രസിനും ഈ പാലക്കാട് തിരഞ്ഞെടുപ്പ് ഫലം അതിജീവനത്തിൻ്റേതാണ്. കോൺഗ്രസും തോറ്റാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് ഒരു തിരിച്ചുവരവ് നടത്താൻ പറ്റാത്ത വണ്ണം കോൺഗ്രസ് തകർന്നു പോകാൻ നല്ല സാധ്യതയുണ്ട്. അതേപോലെ തന്നെ BJP ഇതിൽ തോറ്റു കഴിഞ്ഞാൽ സമീപ തെരഞ്ഞെടുപ്പുകളിലൊന്നും തീർച്ചയായിട്ടും 2026 പേർക്കും ഇത് വലിയ പ്രാധാന്യമുള്ളൊരു അല്ല. BJP കേരളത്തിൽ പല മണ്ഡലങ്ങളിലും, വിരലിലെണ്ണാവുന്ന മണ്ഡലങ്ങളിൽ, ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 11 മണ്ഡലങ്ങളിൽ BJP ഒന്നാം സ്ഥാനത്താണ്. പിന്നെ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പല മണ്ഡലങ്ങളിലും BJP രണ്ടാം സ്ഥാനത്താണ്. വലിയ വ്യത്യാസം, വലിയ ഭൂരിപക്ഷത്തിനല്ല അവിടെയൊക്കെ എതിരാളികൾ ജയിച്ചത്. ഈ പാലക്കാട് തന്നെ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന BJPക്ക് 2026 പിന്നെ ഒരു പ്രതീക്ഷ വയ്ക്കണ്ട എന്നാണ് ഈ പാലക്കാട് തോറ്റാൽ അത് വിളിച്ചു പറയുന്ന ആദ്യത്തെ കാര്യം. BJPക്ക് അതായത് 2026 നിങ്ങൾ പൂട്ടിപ്പോയ അക്കൗണ്ട് തുറക്കാൻ നോക്കണ്ട. അത് കേരളത്തിലെ ജനങ്ങൾ അതിന് അവസരം തരില്ല, അനുവദിക്കില്ല എന്ന സന്ദേശമാണ് പാലക്കാട് തോൽവിയിലൂടെ BJP ഉയരാൻ പോകുന്നത്. ഇപ്പോൾ ഏതാനും കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. മതേതര ശക്തിക്കായിരിക്കും പാലക്കാട് ജയം, എല്ലാവരും വിജയം പ്രതീക്ഷിക്കട്ടെ, പക്ഷേ മതേതര ശക്തിക്കായിരിക്കും പാലക്കാട്ട് ജയം എന്നൊരു കഠിന ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അല്ല, അതെല്ലാവരും ഇപ്പൊ കുറച്ച് നേരങ്ങളായിട്ട് രാഹുൽ ആയിരുന്നു മുന്നേറിയത്, ലീഡിൽ രണ്ടും മൂന്നും റൗണ്ടുകൾ എണ്ണിയപ്പോൾ രാഹുലായിരുന്നു. പക്ഷെ ഇപ്പൊ നിലവില് സി കൃഷ്ണകുമാറാണ്. അതെ, 5ാം റൗണ്ടിലേക്ക് വന്നപ്പോൾ കൃഷ്ണകുമാർ മുന്നിൽ കയറി. അവിടെ നമുക്കതിന്റെ കണക്കുകളിലേക്ക് വരാം. ചിത്രം എന്തായിരിക്കുമെന്ന് നമുക്ക് കണക്കുകളിലേക്ക് വരാം. ഇവിടെ ഇപ്പോ പാലക്കാട് സംഭവിക്കുന്ന എന്താന്ന് വെച്ചാൽ, ഒരു ത്രില്ലർ സിനിമ കാണുന്ന, അതെ, വളരെ ഉദ്വേഗത്തോടു കൂടിയാണ് കേരളത്തിലെ ജനങ്ങൾ പാലക്കാടിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. 100 ലീഡിന് ഒരു സ്ഥാനാർത്ഥി മുന്നേറി എന്ന് പറഞ്ഞാലും അത് വലിയ ടെൻഷനാണ്. ഇപ്പോൾ ഇന്നത്തെ പാലക്കാടിന്റെ ഈ സാഹചര്യത്തിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ സംഭവിച്ചതുപോലെയാണ്. ആറ്റിങ്ങൽ അവസാന നിമിഷം വരെ ശക്തമായ ത്രികോണ മത്സരം നടന്നൊരു സ്ഥലമാണ്. ആ ത്രികോണ മത്സരം തീർച്ചയായിട്ടും അവിടെ വളരെ ഉദ്വേഗം ജനിപ്പിച്ചു. ഇതും അതുപോലെയാണ്. ഇവിടെ ത്രികോണ മത്സരം നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നേരിട്ട് കോൺഗ്രസും BJPയും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. LDF വാസ്തവം പറഞ്ഞാൽ 3ാം സ്ഥാനത്ത്, തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ 3ാം സ്ഥാനത്താണേ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു LDF, പ്രത്യേകിച്ച് CPM. അല്ല, നേതാക്കളുടെ ശരീരഭാഷ, അവരുടെ വാക്കുകൾ, അവരുടെ പ്രസംഗങ്ങൾ ഒക്കെ അങ്ങനെയായിരുന്നു. ഇരിക്കട്ടെ, നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ സമയം 10:30 എന്തായാലും ഒരു 11:30-12 മണിയാവും. 12 മണിക്കൊക്കെ മുമ്പ് നമുക്ക് കുറച്ചുകൂടെ കൃത്യമായ ഒരു ചിത്രം നൽകാൻ വേണ്ടിയിട്ട് തീർച്ചയായും സാധിക്കും. പക്ഷേ സി കൃഷ്ണകുമാർ പാലക്കാട് ഒരു മോശം സ്ഥാനാർത്ഥി തന്നെയാണ് എന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതല്ല റിസൾട്ട് വരേണ്ടത്. ഇതിനേക്കാൾ, കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ മോശക്കാരനൊന്നുമല്ല, ചില്ലറക്കാരനല്ല. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കണം, പത്തനംതിട്ടയിൽ നിന്ന് ഇവിടെ വന്ന് മത്സരിച്ചിട്ട് ഇത്രയും വോട്ട് പിടിച്ച് ഇത്രയും മുന്നേറി, ഷാഫി പറമ്പിലിൻ്റെ വലങ്കൈയായിട്ട് നിന്ന്, ഷാഫി പറമ്പിലിൻ്റെ പ്രതിനിധിയായിട്ട് നിന്ന് പാലക്കാട് നിന്ന് മത്സരിച്ച് ശക്തമായ വെല്ലുവിളിയാണ് BJPക്ക് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചില കമൻറ്റുകളൊക്കെ ഉയരുന്നുണ്ട്. അതായത് സി കൃഷ്ണകുമാർ ഒരു അത്യാഗ്രഹിയാണ്. അദ്ദേഹം ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു. 2016 മുതൽ
നിരവധി 2016 മുതലാണെന്ന് തോന്നുന്നു അല്ലെ? അല്ല 2011 തൊട്ട് അദ്ദേഹം അതെ, നിരന്തരമായിട്ട് പല തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നു, ചില സ്ഥലങ്ങളിൽ 2ാം സ്ഥാനത്തെത്തുന്നു. എന്തിനാണ് ഈ അത്യാഗ്രഹം? പുതിയ ആളുകൾക്ക് അവസരം കൊടുത്തൂടെ? ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനായിരുന്നു ഇവിടെ നിന്നിരുന്നതെങ്കിൽ. ഞാൻ മനസ്സിലാക്കുന്ന BJPക്ക് ഉള്ളിൽ അതിനെ സംബന്ധിച്ച് ചർച്ച നടന്നു. ആ ചർച്ചയിൽ ഒരു പ്രദേശവാസിയായ പാലക്കാടുകാരനായ ഒരാൾ മത്സരിക്കട്ടെ എന്നൊരു അഭിപ്രായം വന്നു. അതാണ് കൃഷ്ണകുമാറിന് അവിടെ പ്ലസ് പോയിന്റ് ആയത്. നേരെ മറിച്ച് കെ സുരേന്ദ്രനോ ശോഭാ സുരേന്ദ്രനോ ഒക്കെ പേരുകളൊക്കെ പരിഗണിച്ചു. പക്ഷെ ആ പേരുകൾക്കെല്ലാം അപ്പുറത്തേക്ക് ഈ പ്രാദേശികമായ ഒരു പ്രാധാന്യം കൃഷ്ണകുമാറിന് കിട്ടി. മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറാണ്, നേരത്തെ വൈസ് ചെയർമാൻ ആയിരുന്നു മുനിസിപ്പാലിറ്റിയുടെ. ഇങ്ങനെയൊക്കെ ഉള്ള ഗുണമുണ്ടായിരുന്നു. ഇപ്പം വീണ്ടും പാലക്കാട് BJPയുടെ ലീഡ് കുറയുന്നു, 400 ആകുന്നു. എന്തായാലും ഈ ട്രെൻഡ് വളരെ കൗതുകകരമാണ്, വളരെ ആകാംക്ഷ ജനിപ്പിക്കുന്നതാണ്. ഒരുപോലെ കോൺഗ്രസിനെയും BJPയെയും അത് എന്താ പറയുക ത്രില്ലടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിക്കും എന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല. ശരിക്കും ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, C. കൃഷ്ണകുമാർ ചെയ്യേണ്ടിയിരുന്നത് ഒരു യുവ സ്ഥാനാർത്ഥിയെ, യുവാക്കൾക്കിടയിൽ, കാരണം അവിടെ നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അദ്ദേഹം ഒരു യുവാവാണ്, അദ്ദേഹത്തിന് 10-32 വയസ്സ് പ്രായമേ ഉള്ളൂ. ഏതാണ്ട് ആ സമാന പ്രായമുള്ള 30 അറൗണ്ട് ഏജ് ഉള്ള സന്ദീപ് വാര്യരെയോ അല്ലെങ്കിൽ അത്ര തന്നെ ജനകീയമായിട്ടുള്ള ഒരു സ്വാധീനമുള്ള ശോഭാ സുരേന്ദ്രനെയോ അവിടെ നിർത്തുകയായിരുന്നു വേണ്ടത്. ഇവർ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് വല്ലാത്തൊരു ഏജ് ഡിഫറൻസ്. ഒരുപാട് പ്രായ വ്യത്യാസം, ഒരു വൃദ്ധനൊന്നും അല്ല അദ്ദേഹം. വൃദ്ധനല്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ കാട്ടിയും അത്യാവശ്യം ഏജ് ഡിഫറൻസ് ഉണ്ട് അദ്ദേഹത്തിന്. അപ്പം രാഹുലിന്റെ അതേ സ്റ്റേച്ചറുള്ള ഒരു സ്ഥാനാർത്ഥി ആയിരുന്നു അത്, സന്ദീപോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരുന്നു അവിടുത്തെ പാലക്കാട്ടെ ഏറ്റവും മികച്ച ഒരു കാൻഡിഡേറ്റ് എന്നാണ് നമുക്ക് ഒടുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കാൻഡിഡേറ്റിന്റെ മികവ് നമ്മൾ കരുതുന്ന പോലെ അല്ല. ഇപ്പോൾ രാഹുലിന് നിങ്ങൾ പറഞ്ഞു ചെറുപ്പക്കാരനാണ്, ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അല്ലേ? അതെ. അപ്പോൾ ആ പരിചയക്കുറവ് ആൾക്കാരോ ഇയാൾക്ക് വലിയ പരിചയമില്ല എന്നാണ് ജനം കരുതുന്നതെങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, രാഹുൽ പ്രാദേശികമായിട്ട് പാലക്കാടുകാരനല്ല, അടൂരാണ്. 4-5 ജില്ലകൾക്ക് അപ്പുറത്ത് നിന്ന് ഇവിടെ വന്ന് മത്സരിക്കുകയാണ്. അത് പാലക്കാട്ടെ ജനങ്ങൾ പെട്ടെന്ന് സ്വീകരിച്ചില്ല എങ്കിലോ? അല്ല, പക്ഷെ കൂടെ ഷാഫി ഉണ്ട്. അല്ല, ഷാഫിയല്ലല്ലോ, ഷാഫിന്റെ അനുയായിയാണ് രാഹുൽ വരുന്നത്. ശരിയാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്താ കൃഷ്ണകുമാറിന്റെ കൂടെ സാക്ഷാൽ നരേന്ദ്രമോദി ഇല്ലേ? അല്ല, നരേന്ദ്രമോദി അവിടെ വന്നോ? വേണ്ടല്ലോ, നരേന്ദ്രമോദിയുടെ പാർട്ടിക്കാരൻ. പക്ഷെ അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി കൂടെ ഉണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം മുഴുവൻ BJP പിടിക്കേണ്ട സമയം ഇപ്പൊ പറയുന്നത് വളരെ ബാലിശമായ രാഷ്ട്രീയ വിശകലനമാണ്. കാരണം ഞാൻ എന്താണെന്ന് പറയാം. ഒറ്റ കാര്യം, പാലക്കാട് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്. ആ സിറ്റിംഗ് സീറ്റിലാണ് കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് കൃഷ്ണകുമാറിനെ പോലെ ഒരാൾ മത്സരിച്ചിരിക്കുന്നത്. അത് ചെറിയ കാര്യമാണോ? അല്ല. നമ്മൾ കാണേണ്ടത്, രാഷ്ട്രീയത്തെ കാണേണ്ടത് അങ്ങനെയാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയ്ക്ക് ശരി, ഇപ്പോൾ ഒരു 70 വയസ്സിന് മേളിലുള്ള ഒരാൾ, കഴിഞ്ഞ തവണ എന്താ സംഭവിച്ചത്? ഈ ശ്രീധരൻ എന്ന് 90 വയസ്സുള്ള അതിപ്രഗത്ഭനായ ഒരു ബ്യൂറോക്രാറ്റ്, ഒരു ടെക്നോക്രാറ്റാണ് അവിടെ BJPക്ക് വേണ്ടി മത്സരിച്ചത്. അദ്ദേഹത്തിന് അന്ന് 90 വയസ്സുണ്ട്. ഒരു നിമിഷം, ഇപ്പുറത്ത് നമ്മുടെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സിറ്റിംഗ് MLA ആണ്. കടുത്ത വെല്ലുവിളി ഉയർത്തിയിട്ടും ഷാഫി പറമ്പിൽ അവിടെ ജയിച്ചു. അതിന് കാരണം, സ്വതന്ത്രമായിട്ട് നമ്മൾ രാഷ്ട്രീയം വിശകലനം ചെയ്യുമ്പോൾ CPMന് മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കണ്ണാടി പഞ്ചായത്തിൽ വോട്ട് എങ്ങോട്ട് പോയി? CPMന് എന്താ അവിടെ വോട്ട് കുറഞ്ഞത്? അവിടുത്തെ വോട്ട് എങ്ങനെ അവിടെ ഷാഫി പറമ്പിൽ ലീഡ് ചെയ്തു? അവിടെ ആ ബൂത്ത് എത്തുമ്പോഴാണ്, 16ാം റൗണ്ട് എണ്ണി തുടങ്ങുമ്പോഴാണ് ഷാഫി ഓവർടേക്ക് ചെയ്യുന്നത്. അതുവരെ ഷാഫി ലീഡ് ഒരു 7000ത്തിലേക്ക് ലീഡ് പോയി. എന്നിട്ട് പിന്നീട് ലീഡ് കുറഞ്ഞു വന്നു, ഇടയ്ക്ക് വീണ്ടും കൂടി, പിന്നെ ക്രമാനുഗതമായിട്ട് ലീഡ് കുറഞ്ഞു വന്ന് 16ാം റൗണ്ട്, ആകെ 20 റൗണ്ടേ ഉള്ളൂ, 16ാമത്തെ റൗണ്ട് എണ്ണി കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ ഷാഫി കയറുന്നത്. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 90 വയസ്സുള്ള ഈ ശ്രീധരനാണ് അന്ന് മത്സരിച്ചത്. ഇവിടെ അത്രയും പ്രായമില്ല കൃഷ്ണകുമാറിന്, എങ്കിലും ഡിഫറൻസ് ഉണ്ട്. അല്ല, രാഹുലിന്റെ അതേ സ്റ്റേച്ചറുള്ള, അതേ രീതിയിൽ സംസാരിക്കാൻ നമുക്ക് ഒരു പാർട്ടിയെ കുറിച്ചും ആ ഒരു എന്തായാലും സന്ദീപ് വാര്യർ പറഞ്ഞ പോലെ BJPക്ക് ഉള്ളിലുള്ള ബാലിശമായ രാഷ്ട്രീയം അവരെ അവിടെ തോൽപ്പിക്കാതിരിക്കട്ടെ എന്നാണ് ഈ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ഈ നിമിഷം നമുക്ക് പറയാൻ പറ്റില്ല. BJP ജയിക്കുമെന്നോ തോക്കുമെന്നോ, കോൺഗ്രസ് ജയിക്കുമെന്നോ തോക്കുമെന്നോ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല.
നിങ്ങൾ പറഞ്ഞതുപോലെ 100 വോട്ടിന്റെ വ്യത്യാസത്തിലും എന്ത് സംഭവിക്കും? ഒരു ഫോട്ടോ ഫിനിഷിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സന്ദീപ് ആണോ ജയിക്കുക, പാലക്കാട് എന്നാണ് നമ്മൾ ചോദിക്കുകയും കൂടി ചെയ്യുന്നത്. അവസാന നിമിഷം വരെ നമുക്ക് കാത്തിരിക്കാം പാലക്കാട് എന്ത് സംഭവിക്കും. ഇവിടെ ഈ സന്ദീപ് വാര്യർ ഫാക്ടർ തോൽക്കുമോ ജയിക്കുമോ, പ്രവർത്തിച്ചിട്ടുണ്ടോ, തോൽക്കുമോ ജയിക്കുമോ, ബിജെപി അത് പ്രവർത്തിച്ചിട്ടുണ്ടോ, പെർസ്പെക്റ്റീവ് അതെ അത് പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അന്തിമ ഫലം വരട്ടെ. എന്തായാലും എൻ്റെ ഒരു കണക്കിന്റെ അടിസ്ഥാനത്തിലല്ലാതെ എൻ്റെ ഒരു ഇൻഡ്യൂഷൻ ഞാൻ പറയാം. ആ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് രാഹുൽ ജയിക്കുമെന്നാണ്. എന്തായാലും നമുക്ക് കണക്കിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായിട്ട് പറയാം. തീർച്ചയായും.